ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 110cc ആക്റ്റീവാണ്, പഴയ മോഡൽ കേട്ടോ. ഈ വണ്ടിക്ക് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ മിസ്സിങ് കംപ്ലൈൻറ്റ്, ഇടയ്ക്ക് വണ്ടി ഓഫായി പോവാം. അതാണ് മെയിനായിട്ട് പ്രശ്നം. അത് ഏകദേശം വണ്ടി നമ്മൾ ഓടിയ ഒരു 10-15 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ വണ്ടി കംപ്ലൈൻറ്റ് കാണിക്കാം. 2-3 ദിവസമായി നമ്മൾ വെറുതെ ചിറ്റിച്ചു ഓരോ കംപ്ലൈൻറ്റുകൾ. നമ്മൾ ഓരോന്ന് റെഡിയാക്കും, വണ്ടി ഓടിച്ച് നോക്കും, അപ്പോൾ കാണിക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും മാറിയെന്ന് വിചാരിക്കും. കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും കംപ്ലൈൻറ്റ് വരാം. അതായിരുന്നു മെയിനായിട്ട് പ്രശ്നം. അത് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടൊരു കംപ്ലൈൻറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ അത് ഒരു കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്കത് പരിഹരിക്കാം. ഇത് 2-3 ലക്ഷണങ്ങൾ ഒരുമിച്ചാണ് കാണിച്ചായിരുന്നത്. ഒന്ന്, നമുക്ക് ഇരിക്കുന്ന ഈ CD യൂണിറ്റിൻ്റെ അവിടുത്തെ ഈ സോക്കറ്റുകൾ ലൂസായിട്ട് അതിന് ഇടയ്ക്ക് പവർ സപ്ലൈ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ CDA എന്ന് എഴുതിയിട്ട് CDA ഒക്കെ നമ്മൾ വരുത്തി വെച്ച് നോക്കി. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജാമ്പർ വയറൊക്കെ വെച്ച് ടൈറ്റ് ചെയ്തതാണ്. പക്ഷെ എന്നിട്ടും റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കാനുള്ള ഒരു കേസ്. അപ്പോൾ CD യൂണിറ്റ് നമ്മൾ വരുത്തി മാറ്റി വെച്ച് ഓടിച്ചു. അപ്പോൾ റെഡിയായി. അപ്പോൾ വിചാരിച്ചു വീണ്ടും കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ടെന്നുള്ള ധാരണയിൽ നമ്മൾ വണ്ടി ക്ലോസ് ചെയ്യാമെന്ന് വെച്ച് പിന്നെ നോക്കുമ്പോൾ കുറച്ച് നേരം ഓടിച്ച് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നം കാണിക്കാം. അപ്പോൾ നിലവിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് 1-2 കംപ്ലൈൻറ്റ് ഒരുമിച്ച് വന്നു. അതാണ് നമുക്ക് കിട്ടിയ ആകെ വള്ളിയായി പോയി. ഒന്ന്, നമുക്ക് ആ CD യൂണിറ്റിൻ്റെ സോക്കറ്റ് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ശരിക്കും വയറിങ് കിറ്റേപ്പാട്ടിയാണ് വരുള്ളൂ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു സോക്കറ്റ് മാത്രമായിട്ട് പഴയ മോഡൽ ആക്റ്റീവയ്ക്ക് വരുന്നുണ്ട്. അതെടുത്തിട്ട് സോൾഡർ ചെയ്ത് റീസെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട്. അപ്പോൾ CD യൂണിറ്റ് നമുക്ക് മാറ്റേണ്ടി വന്നില്ല. പഴയ CD യൂണിറ്റ് നമ്മൾ വെച്ചു. കാരണം CD യൂണിറ്റ് മാത്രം നമുക്ക് ഏകദേശം ഒരു 2000 രൂപയുടെ താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ നമുക്ക് ഈ ഇരിക്കുന്ന HD കോയിലാണ്. HD കോയിൽ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ HD കോയിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. HD കോയിൽ മാറ്റിയ കൂട്ടത്തിൽ നമ്മൾ ആ പ്ലഗും കൂടി മാറ്റി കളഞ്ഞിട്ടുണ്ട്. ആ ഫംഗ്ഷനാണ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഉണ്ടായ കേസ്. അതായത് HD കോയിലും കംപ്ലയിൻ്റ് ആയിരുന്നു, ഈ CD യൂണിറ്റിൻ്റെ വയറും കംപ്ലയിൻറ്റ്. ഗ്രീസ് സ്വിച്ചൊക്കെ ചെറിയ ലൂസ് കോൺടാക്റ്റ് ഉണ്ട്, പഴക്കത്തിൻ്റെയാണ്. അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ കോൺടാക്റ്റ് ക്ലീൻ ചെയ്യുന്ന സ്പ്രേ അടിച്ചിട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പ്രശ്നം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 2 പ്രോബ്ലം സോൾവ് ആക്കിയിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഏകദേശം ഞാനൊരു 10-15-20 കിലോമീറ്ററോളം നമ്മൾ ഓടിച്ചു. അപ്പോൾ മലയാറ്റൂരാണ് ഓടിക്കാൻ വേണ്ടി, മലയാറ്റൂർ അടിവാരത്താണ് അപ്പോൾ വന്നത്. അപ്പോൾ അത്രയും നേരം ഓടിച്ചിട്ടൊന്നും വേറെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ കംപ്ലയിൻ്റ് ആകുമ്പോൾ നമുക്കത് ഉപയോഗിച്ച് നോക്കി തന്നെ ഉറപ്പ് വരുത്തണം മാറിയിട്ടുണ്ടോ എന്നുള്ള കേസ്. അപ്പോൾ ഇപ്പോൾ ആ കേസ് നോർമലി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടി സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാറ്ററി മാറ്റി പുതിയത് വെച്ചായിരുന്നത്. അപ്പോൾ ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ അളവ് കറക്റ്റ് അല്ല, അതായത് കുറച്ച് കുറവായിട്ടാണ് കാണിച്ചായിരുന്നത്. അത് ശരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്തിരിക്കണ റെക്ടിഫയർ റെഗുലേറ്റർ എന്ന് പറഞ്ഞ ഈ യൂണിറ്റിൻ്റെ ആണ് കേട്ടോ. അത് ഞാൻ മാറ്റി അതുകൂടി കൂട്ടത്തിൽ മാറ്റിയിട്ടുണ്ട്. അതല്ലെങ്കിൽ പിന്നെ അത് മാറ്റണമെങ്കിൽ വീണ്ടും നമ്മൾ മൊത്തം ബോഡി കഴിച്ച് ചെയ്യുമ്പോൾ വീണ്ടും ലേബർ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്തായാലും ചിലവാണ്. ആ കൂട്ടത്തിൽ നമ്മളത് അതും കൂടി ക്ലിയറായിട്ട് വിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 600 രൂപ താഴെ നമുക്ക് ഈ കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഇടാം. ബില്ലും കാര്യങ്ങൾ അയച്ചേക്കാം. എസ്റ്റിമേറ്റ് അല്ല, ബില്ല് തന്നെ അയച്ചേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇനി ബോഡിയൊക്കെ ഒന്ന് കയറ്റാനുണ്ട്. അപ്പോൾ നമ്മൾ 2-3 ദിവസം അതിൻ്റെ പിന്നാലെ ഫുൾ ടൈം നമുക്കതൊന്നും നിൽക്കാൻ പറ്റില്ല. കാരണം വേറെ വണ്ടികൾ നമ്മൾ ബുക്കിങ്ങിൽ എടുത്തേക്കണതുകൊണ്ട് തന്നെ നമുക്ക് ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന ഗ്യാപ്പുകളിലാണ് നമ്മൾ നോക്കി ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദിവസം താമസം വന്നിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഫുള്ളായിട്ടിരുന്നാൽ നമുക്ക് നോക്കി ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ CDA നമുക്ക് അതിനകത്ത് CDA എന്ന് പറയുന്ന യൂണിറ്റ് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതിൻ്റെ ആണെന്നുള്ള ധാരണയിൽ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് ടൈം നഷ്ടം വന്നിട്ടുണ്ട്, സമയം നഷ്ടം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. ഇനി ബോഡിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ബില്ലാക്കി ഓൾറെഡി വാട്സാപ്പിലേക്ക് അയച്ചതേക്കാം കേട്ടോ.